നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഹോട്ട് സീറ്റുകളിൽ ഒന്നാണ് പാലക്കാട് മണ്ഡലം. രാഷ്ട്രീയ ചൂടും വിവാദവും നിറഞ്ഞ പാലക്കാട് മണ്ഡലം ആരെ തുണയ്ക്കും? UDF-ഉം LDF-ഉം NDA-യും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ആര് വിജയക്കൊടി പാറിക്കും? കോൺഗ്രസിന്റെ പ്രചാരണ വേദികളിലൂടെ കടന്നുവന്ന് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസിനൊപ്പം ചേർന്ന നടനും സംവിധായകനുമായ രമേശ് പിഷാരടി, BJP-യുടെ സംസ്ഥാന നേതാവ് ശോഭാ സുരേന്ദ്രൻ, ഹോട്ടൽ വ്യവസായിയായ LDF-ന്റെ NMR റസാഖ് എന്നിവരാണ് കളത്തിലുള്ളത്. മൂന്ന് മുന്നണികളും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. ഇത്തവണയും സീറ്റ് നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. താൻ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞുവെന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. ഈ കോൺഗ്രസ്സുകാർ കുറച്ചധികം ആളുകൾ നമുക്കിടയിലെല്ലാം പല സ്ഥലങ്ങളിൽ നമ്മുടെ സ്ലീപ്പർ സെൽ എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നൊരു വലിയ വിങ് ഉണ്ട് കോൺഗ്രസ്സിന്. കോൺഗ്രസ് ഒന്ന് ശക്തിയാകുന്നു എന്നറിഞ്ഞാൽ ഇറങ്ങി പുറപ്പെടാൻ അതിൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അവർ നമ്മളെ സഹായിക്കും. രണ്ടാം തവണ പാലക്കാട് മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും പ്രതീക്ഷയ്ക്ക് ഒട്ടും കുറവില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ NDA ക്യാമ്പിന് ഊർജം ലഭിച്ചുവെന്നും മണ്ഡലം പിടിച്ചെടുക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വാക്ക് അവിടെ പറയുകയുണ്ടായി. കേവലം ഒരു MLA എന്നുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനമല്ല, ഈ പാലക്കാടിന്റെ മുഴുവൻ മേഖലയിലേക്കും ശോഭയുണ്ടാകും എന്ന ഒരു ചെറിയ തോന്നൽ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് എന്നെ അറിയാമെന്നുള്ളതാണ്. അതൊരു വ്യക്തിപരമായിട്ട് ശോഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാക്കല്ല, കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വാക്കായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. വ്യവസായിയിൽ നിന്നും രാഷ്ട്രീയക്കാരനായി മാറിയ NMR റസാഖിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് LDF ശ്രമിക്കുന്നത്. സ്റ്റാർ പ്രചാരകരല്ല, ജനങ്ങളാണ് താരങ്ങളെന്ന് NMR റസാഖ് പറഞ്ഞു. എൻ്റെ നോട്ടത്തിൽ സ്റ്റാർ എന്ന് പറയുന്നത് വോട്ടർമാരാണ് നമ്മുടെ സ്റ്റാർ. അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞു, അതിൻ്റെ അപ്പുറമൊന്നും പറയാനില്ല. തിരിച്ചു പിടിക്കുന്നത് 100% പറയാം, ഉറപ്പന്നെയാണ്. 3 തിരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സാഹചര്യത്തിലാണ് CPIM സ്വതന്ത്രനെ മത്സരിപ്പിച്ച് പുത്തൻ തന്ത്രങ്ങൾ മെനയുന്നത്. പാലക്കാടിന്റെ വേനൽ ചൂട് പോലെ പാലക്കാടിന്റെ രാഷ്ട്രീയ ചൂടിനും കാഠിന്യമേറെയാണ്. പാലക്കാടൻ കോട്ട ആര് നിലനിർത്തുമെന്ന് കണ്ടറിയണം. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.